ഹായ് ഗൈസ്, ഞങ്ങളപ്പോ ഇന്ന് ചെയ്യാൻ പോകുന്നത് റാങ്കിങ് ഗെയിം. ഇതിങ്ങനെയാന്ന് വെച്ചാ ഞങ്ങൾ ഓൾറെഡി ഒരു ക്യു ആൻഡ് അല്ല, എന്റെ ഫേവറേറ്റും അവളുടെ ഫേവറേറ്റും പരസ്പരം ചോദിച്ചിട്ടൊരു ചാലഞ്ച് വീഡിയോ സിസ്റ്റേഴ്സ് ചാലഞ്ച് കണക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് ഞാൻ ചോദിച്ചിട്ടില്ലാത്ത കുറച്ച് ക്വസ്റ്റ്യൻസും ഇവള് ചോദിച്ചിട്ടില്ലാത്ത കുറച്ച് ക്വസ്റ്റ്യൻസും എടുത്തിട്ട് ഞങ്ങൾ എഴുതും ആൻസർ. അങ്ങനെ എഴുതിയിട്ട് ആരാണ് കൂടുതൽ പോയിന്റ്സ് മേടിക്കുന്നത് അങ്ങനെ ചെയ്യാന്ന് കരുതി. കാരണം അതിനകത്ത് ഒരാൾ തന്നെ 2-3 ആൻസർ ഒരു ക്വസ്റ്റ്യന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അത് ഭയങ്കര ബോറായിട്ട് ഞങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്തു. കാരണം അറിയാൻ പറ്റുന്നില്ല എത്രത്തോളം കറക്റ്റ് ആയി. കാരണം മുഖത്തിലെ എക്സ്പ്രഷൻ വെച്ചും ഓരോ സംസാരത്തിൽ നിന്ന് അതല്ല ആൻസർ എന്ന് മനസ്സിലാക്കി വേറെ വേറെ ആൻസറിലോട്ട് അങ്ങനെ തരയും, പിന്നെ ക്ലൂ തരയും, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചത് ഇപ്പൊ എഴുത്തുമ്പോ വെള്ളം പറയാൻ പറ്റത്തില്ലല്ലോ. ശരി, എന്നാ തുടങ്ങാം. ഞാൻ എഴുതും, പ്രിയ എഴുതും കേട്ടോ. വെൽക്കം ടു ത്രിനിക മെറിയ യൂട്യൂബ് ചാനൽ. അപ്പൊ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വെൽക്കം ടു അവർ ഫാമിലി. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പൊ ഞാൻ തന്നെ ആദ്യം ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. നീ ബുക്ക് എടുത്ത് വെച്ചോ. ഞാനും ബുക്ക് എടുക്കും. പ്രിയയുടെ പഴയ അക്കൗണ്ടൻസിയുടെ ബുക്കാണ്. അക്കൗണ്ടൻസി അല്ല, ടാലിയുടെ ബുക്ക്. ഇത് ടാലി പഠിക്കാൻ പോയപ്പോൾ യൂസ് ചെയ്ത ബുക്കാണ്. ഇപ്പൊ വേറെ ബുക്ക് മാത്രമായിട്ട് ഇരിക്കുന്നു. ഇതൊന്നും ഇല്ല ബുക്കിനകത്ത്. ഉണ്ടല്ലോ. ശരി, കിട്ടി. എനിക്കത് ഭയങ്കര സീനായിക്കൊണ്ടിരിക്കുകയാണ്. ബുക്കും പേനൊക്കെ കണ്ടതിന്റെ ഒരു ആവശ്യം കുട്ടിക്കുണ്ട്. കുട്ടിക്ക് കുറച്ച് ബ്ലോഗ്സ് ഒക്കെ എടുത്തിട്ട് കൊടുത്തായിരുന്നു കളിക്കാൻ. അതൊക്കെ അവിടെ ബ്ലോക്കായി തന്നെ കിടക്കുക. ശരി, എന്നാ നീ എടുത്തു വെച്ചാ പേജ് എടുത്തു. ഇതൊന്നും വേണ്ട, ഇത്ര നേരം ഇതൊക്കെ മതിയായിരുന്നു. അപ്പം ഞാനാണ് കേട്ടോ ആദ്യം ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. എന്റെ ഫേവറേറ്റ് ഫ്ലവർ, മൈ ഫേവറേറ്റ് ഫ്ലവർ എഴുതും. നീ എഴുതിയാ? എഴുതി. ഞാൻ എഴുതി. പറയാൻ ഞാൻ എഴുതിയത് തെറ്റാണ്. ലോട്ടസ് ആണ്. ലോട്ടസ് കാണുമോ? ഓക്കെ, അനീഷയുടെ ഫേവറേറ്റ് ലോട്ടസ്. ഞാൻ ഇപ്പോഴാണ് സത്യത്തിൽ അത് അറിയുന്നത്. അനീഷ ഇങ്ങനെ ലോട്ടസിന്റെ പേര് പറയുന്ന പോലും ഞാൻ കേട്ടിട്ടില്ല കേട്ടോ, സത്യം പറഞ്ഞ. അത് പിന്നെ ഫേവറേറ്റ് ഫ്ലവർ എന്ന് ആരും പറഞ്ഞിട്ട് നടക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ കാര്യം ഞാനിതിപ്പോ അല്ലാതെ ചോദിച്ചെങ്കിൽ എന്റെ ഫേഷ്യലിലുള്ള എക്സ്പ്രഷൻ വെച്ച് അവൾ കണ്ടുപിടിച്ചാണ് ഇതെല്ലാം ആൻസർ. അപ്പൊ എഴുതിയതുകൊണ്ട് എനിക്കൊരു പോയിന്റ്. ഓക്കെ, എന്റേതായിട്ട് ഞാൻ പോയിന്റ് ഇടുന്നില്ല കേട്ടാ. അവളുടെ നീ എന്റെ പോയിന്റ് ഇട്, ഞാൻ നിന്റെ പോയിന്റ് ഇടാം. ഓക്കെ, അപ്പൊ അറിയാൻ പറ്റുമല്ലോ. ഈക്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കണം, അറിയാൻ പറ്റുമല്ലോ ആരാ കറക്റ്റ് ആൻസർ പറഞ്ഞത്. ഇതിന് നിനക്ക് പോയിന്റ് ഒന്നും ഇല്ല. അപ്പോ സെക്കൻഡ് ക്വസ്റ്റ്യൻ പ്രിയ ചോദിച്ചു. ഞാനോ? എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു ജില്ല. എനിക്കൊരു ഡിസ്ട്രിക്ട് അങ്ങനെ ഒട്ടും ഇഷ്ടമില്ലായെന്നല്ല, എനിക്ക് ആ ജില്ലയോട് വലിയ താല്പര്യമില്ല. വേറൊരു കാര്യം ചെയ്യും, ഞാൻ ചോദിക്കുന്ന ആൻസർ ഒക്കെ ഒരിടത്തും, നീ ചോദിക്കുന്നതിന്റെ ആൻസർ ഒക്കെ വേറൊരിടത്തായിട്ട് എഴുതാം. നിന്റെതും വണ്ണം കേട്ടോ, നിന്റെ അടുത്ത ക്വസ്റ്റ്യൻ അല്ലേ വണ്ണം തോന്നുന്നു. അങ്ങനെ ചോദിക്കാണെങ്കിൽ ഞാൻ ജില്ലയുടെ പേര് എഴുതിയിട്ടുണ്ട്. നോക്കാം. ഇതൊരു തെലിപ്പതി പോലെയും കൂടെയാ. ഞാൻ എഴുതിയത് തന്നെയാണ് അവൾ എഴുതിയത്. എഴുതിയാ? എന്തോ എഴുതിയത്? നീ പറ. ഞാൻ അതല്ല, ഞാൻ മലപ്പുറം. മലപ്പുറം എനിക്ക് കാണാൻ പറ്റത്തില്ല. ഞാൻ നിന്നെ കാണിച്ചാൽ പറ്റില്ല. മൂക്കിനെ കണ്ണൂറാണ്. ഞാൻ ഈശാണ് ചോദിക്കുന്നത്. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും. എന്തൊരു ഭയങ്കര നോട്ടി ആയിട്ട് ഇരിക്കുന്നുണ്ട്, ബുക്കൊക്കെ പിടിച്ച് വരയ്ക്കുന്നുണ്ട്. അവള് ഇരുത്തടി, ഇവിടെ ഇരുത്തടി. അവള് ഇരിക്കുന്നില്ല, അത് തള്ളിയിടുന്നു. ഓക്കെ,
അതിന് നെക്സ്റ്റ് പോരട്ടെ. എനിക്കൊട്ടും ഇഷ്ടമില്ലാത്ത വെള്ളാത്ത ജില്ല. Oh my God, ജില്ല. Okay. നീ എഴുതിയാ? അവളും കൂടെ ശ്രദ്ധിക്കണം. ഓക്കെ. പറ. കോട്ടയം. കോഴിക്കോട്. അതെന്താ നിനക്ക് കോഴിക്കോട് ഇൻട്രസ്റ്റ് ഇല്ല. വടക്കോട്ടായോണ്ടായിരിക്കണം. അപ്പൊ നിന്റെ ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇതുവരെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച ഒരു ക്വസ്റ്റ്യനും കറക്റ്റ് ആൻസർ ആരും പറഞ്ഞില്ല. ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആയിരുന്നു ഒന്നാമത്തെ കാര്യം. ഇനി സംസ്ഥാനം ചോദിക്കും വാക്കുണ്ടെങ്കിൽ. എനിക്ക് 28 സംസ്ഥാനത്തിന്റെ പേര് ശരിക്കും ഇല്ല, സംസ്ഥാനം ഒന്നും ഞാൻ ചോദിക്കത്തില്ല കേട്ടോ. എനിക്ക് ഇഷ്ടമല്ലാത്തൊരു ഫുഡ് ഐറ്റം. ഫുഡാ? എന്തും ആവാം. ഓക്കെ, എന്നൊക്കെ വ്യഞ്ജനം പറയുന്നുണ്ട്. എഴുതിയിട്ടുണ്ട്. ഇല്ലേടി, നിന്റെ പുത്രി ഇത്തിരി ഡേഞ്ചർ ആയിട്ടിരിക്കുന്നു, എനിക്ക് എഴുതാൻ പറ്റുന്നില്ല. അതിന് നിന്റെ പുത്രിനെ നോക്കൊണ്ടിരിക്കല്ലേ. ഓക്കെ. അപ്പം ഞാൻ എഴുതിയത് പുട്ട്. ഞാൻ എഴുതിയത് പരിപ്പ് വട. എനിക്ക് പുട്ടിനേക്കാളും ഒട്ടും ഇഷ്ടമല്ല പരിപ്പ് വട. എന്താ ഞാൻ പറഞ്ഞു എന്ത് ഐറ്റം ആവാന്ന്. എനിക്ക് പരിപ്പ് വടയോട് ഒട്ടും താല്പര്യമില്ല കേട്ടോ. അപ്പൊ എന്റെ അടുത്ത 3-ാം ക്വസ്റ്റ്യൻ എല്ലാം ഭയങ്കര ടഫ് കളിയാണ്. എന്റെ ബോഡിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ബോഡി ഫിസിക്കൽ ഫീച്ചേഴ്സ്. എനിക്ക് ഇഷ്ടപ്പെട്ട എന്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ്. ഓക്കെ. ബോഡി ഷേപ്പ്. ഫിസിക്കൽ ഫീച്ചർ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെ. അതൊന്നും ഫിസിക്കൽ ഫീച്ചറിൽ വരത്തില്ല. ഫിസിക്കൽ ഫീച്ചർ വരുന്നതാണ് ഇതെല്ലാം. ഫീച്ചർ എന്ന് പറയുമ്പോ ഒരാളുടെ ഷേപ്പ്, ഒരാളുടെ നടത്തം. ഫിസിക്കൽ ഫീച്ചറിനകത്ത് വരുന്നതാണ് കണ്ണ്, മൂക്ക്. ഇത് ദിസ് ഈസ് യുവർ മദർ കാണിക്കുന്ന ടു മച്ച്. ഓക്കെ, ഇനി നിനക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ചോദിക്കുന്നതായിരുന്നു ക്വസ്റ്റ്യനെ പറ്റി. അപ്പൊ അതൊന്നും തെറ്റി കേട്ടാ. ഞാൻ ഫിസിക്കൽ ഫീച്ചറിന് ഉദ്ദേശിച്ചത് കണ്ണ്, മൂക്ക്, മുടി, അതിനെ പറ്റിയൊക്കെ. അതായിരുന്നെങ്കിൽ ഞാൻ ഓഫ് കോഴ്സ് കണ്ണേ പറയത്തുള്ളായിരുന്നു. എനിക്കറിയത്തില്ല, ഞാൻ വെച്ച ഷേപ്പ് അങ്ങനത്തെ ഇല്ല. നിനക്ക് ഡൗട്ട് ഉണ്ടാവും ചോദിക്കാറുണ്ട്. ഷേപ്പും പെട്ടു അതിനകത്ത്. ഇടനേന് വരുവാണ്. എന്റെ ക്വസ്റ്റ്യന് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, ക്ലാരിറ്റി കിട്ടണം. നീയല്ലേ ചോദിക്കണ്ട. എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരു നിറം. കളർ. ഇത് ശരിക്കും ടഫാണ് കേട്ടോ. ഭയങ്കര ടഫായിട്ട് ഒരു ഐഡിയ ഇല്ല അങ്ങനെ. ഇത് കളറിനെ എഴുതിയിട്ടുണ്ട്. നീ എഴുതിയോ? ഓക്കെ. റെഡ്. ഗ്രീൻ. ഗ്രീൻ ആണ്. റെഡ് എനിക്ക് സത്യത്തിൽ സെക്കൻഡ് ഫേവറേറ്റ് കളറാണ് എന്റെ. റെഡ് അതിപ്പം എന്താ എനിക്ക് സെക്കൻഡ് ഫേവറേറ്റ് കളർ ആയിക്കൂടെ? ഫസ്റ്റ് ഫേവറേറ്റ് എന്താന്ന് അറിയാലോ. ബ്ലാക്ക്. സെക്കൻഡ് ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് റെഡ് ആണ്. മനസ്സിലായില്ല? ഇപ്പൊ മനസ്സിലായി. ഈ ഗ്രീൻ എനിക്ക് ഗ്രീൻ എന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം ചാണകപ്പച്ചില്ലേ, ആ കളർ എനിക്ക് എത്ര ഇഷ്ടമല്ല. ഷെയ്ഡ് ഗ്രീനിന്റെ ചില ഷെയ്ഡ് എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ എനിക്ക് ഇഷ്ടമല്ലാത്ത കളർ. ഇവള് ഞാൻ ചോദിക്കുന്ന സെയിം ക്വസ്റ്റ്യൻ കോപ്പി അടിച്ച് ചോദിക്കുക കേട്ടാ. നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. ക്രിയേറ്റിവിറ്റി ഉള്ളവർക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരത്തുള്ളൂ. കണ്ടിട്ടില്ല. നിനക്ക് ഇഷ്ടമില്ലാത്ത കളർ. രണ്ട് കളറുണ്ട് കേട്ടോ. നീ പറ. ഓറഞ്ച്. റൈറ്റ് ആൻസർ ആണ്. ഞാൻ ഓറഞ്ച് റെഡും ആണ് എഴുതിയത്. ഈ രണ്ട് കളറിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. റെഡ് എന്താ ഇഷ്ടമല്ലേ? റെഡ് പണ്ട് മുതലേ എനിക്ക് ഇഷ്ടമല്ല. എന്താന്ന് അറിയില്ല. ഓറഞ്ച്.
ഓറഞ്ച് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത കളറാണ്. അത് നിന്റെ ഇവർത്തതാണ്. ഇത്രയും നേരം ഞാൻ ഇഷ്ടമല്ലാത്തതാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. ഇനി എൻ്റെ ഒരു ഇഷ്ടത്തിനെ പറ്റി നമുക്ക് ചോദിക്കാം. ഓക്കെ, എനിക്ക് ഇഷ്ടമുള്ളൊരു കൺട്രി. ഓക്കെ, ഐ ലൈക്ക് ദാറ്റ് കൺട്രി, ബട്ട് എനിക്ക് അവിടെ പോകാൻ പറ്റത്തില്ല. അതിൻ്റെ ഒരു ഭംഗി കണ്ടിട്ടാണ് കേട്ടോ അത്. പറ. കണ്ടിട്ട് ഭംഗി കണ്ടിട്ടാ. ഞാൻ ലക്സംബർഗ് ആണ് എഴുതിയത്. ലക്സംബർഗ് ആക്ച്വലി എനിക്ക് ജോബ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു കൺട്രിയാണ്. അത് അവൾക്ക് അറിയാം. എനിക്ക് ജോലിയുടെ ബേസിൽ പറയുകയാണെങ്കിൽ എനിക്ക് ആ കൺട്രി. ഇപ്പം അനീഷ എഴുതിയത് സ്വിറ്റ്സർലൻഡ് ആയി. സോറി, ഇത് ലക്സംബർഗ്. ആക്ച്വലി എനിക്ക് അതല്ല, ഞാൻ എഴുതിയിരിക്കുന്നത് കാനഡ. ഞാൻ കാനഡ ആദ്യം മനസ്സിൽ വിചാരിച്ചായിരുന്നു, പക്ഷെ ഇവള് ലക്സംബർഗിന്റെ കാര്യം എപ്പോഴും കാനഡയാണ് കേട്ടോ. എനിക്ക് സെക്കൻഡ് ഓപ്ഷൻ വന്നെങ്കിൽ കാനഡ ഉറപ്പായിട്ട് എഴുതിയാണ്. ഞാൻ 2 ഓപ്ഷൻ ആയിട്ടാണ് കൊടുത്തു, പക്ഷെ അവൾ മനസ്സാക്ഷിയില്ലാത്ത അവക്കറിയാം ലക്സംബർഗ്. ആക്ച്വലി ഞാന് ജോബ് അതന്നെ നീ ലാസ്റ്റ് ഞാൻ എടുത്തു ചോദിച്ചത് കാണാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞത്. കാണാൻ ഇഷ്ടമാണ്. ഇഷ്ടം ഈ ജോലി ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞു. ഇഷ്ടപ്പെട്ട രാജ്യം എന്ന് പറയുന്ന ആ രാജ്യത്തിനാണ് പറഞ്ഞത്. എനിക്ക് ലക്സംബർഗ് ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് ജോലി ചെയ്യാനാണെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ എനിക്ക് അവിടെ കാണാൻ പോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ആണല്ലേ, കാണാൻ പോകുന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ശരി വീട്ടിൽ അത് അനിഷ തെറ്റിച്ചു. നെക്സ്റ്റ് അനീഷ പോരട്ടെ. ഏഞ്ചൽ മൈക്ക് കണ്ടുപിടിച്ചു ഗൈസ്. കണ്ണും തള്ളിക്കൊണ്ട് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വിട്ടുകൊടുത്തില്ല. ഞാൻ മൈക്കിന്റെ കവറും കൊടുത്ത് അവളെ അടുപ്പയച്ചു വിട്ടു. കേരളത്തിനകത്ത് എനിക്ക് പോകാൻ ആഗ്രഹമുള്ള ഒരിടം നിലവിൽ പോകാൻ ആഗ്രഹമുണ്ട്. ഒരു എന്താ പറയണ്ട, പോകാത്തടമല്ലേ? ഞാൻ പോയിട്ടില്ല, പോണമെന്ന് ആഗ്രഹമുള്ളത് എന്തുവാ ടൂറിസ്റ്റ് പ്ലേസ്. അതൊരു ടൂറാണ് പോകാൻ ഇഷ്ടമുള്ള ഒരു ടൂറിസ്റ്റ് കേരളത്തിനകത്ത്. എനിക്ക് ഭയങ്കര എഴുതാൻ പറ്റുന്നില്ല. നീ എഴുതിയാ? എഴുതെങ്ങനെയെങ്കിലൊക്കെ എഴുതും. അവക്ക് തട്ടിക്കളിച്ചോണ്ടിരുന്നാ മതി. ഞങ്ങളുടെ കയ്യിൽ ഇതൊക്കെ ഇരിക്കുന്നറിഞ്ഞാണ് അവക്കൊരിത്. അവക്കും വേണം അതല്ല. അപ്പടിയമ്മ കൊച്ചു പേനയൊക്കെ വെച്ചതോ കളിക്കുന്നുണ്ടേ. നീ കണ്ണാപ്പേന് വേണ്ടത് എന്റെ കയ്യിൽ വേണം. ഇത് എഴുതിയാ? ഞാൻ എഴുതിയ മൂന്നാർ. ഞാൻ എഴുതിയത് ബോട്ട്. ബോട്ടാ? അതെന്താ ബോട്ട്? ബോട്ട് ഷിപ്പിൽ ഹൗസ് ബോട്ടിൽ പോത്തില്ലേ? നീ സ്ഥലമല്ലേ പറഞ്ഞത്? ഞാൻ പറഞ്ഞില്ലേ, സ്ഥലത്തിനേക്കാൾ ടൂറായിട്ട് പോകാൻ ഇഷ്ടമുള്ളത്. അയ്യോ എടി, ഞാൻ സ്ഥലമാണെങ്കിൽ ആലപ്പുഴ, അത്രേ ഉള്ളൂ. അങ്ങനെ എനിക്ക് ബോട്ട്, ഞാൻ ബോട്ടാണ് ഉദ്ദേശിച്ചത്. എങ്കിൽ എന്തോ ട്രാവൽ ഇഷ്ടമുള്ളൊരു സാധനം എന്ന് പറയണം. എങ്ങനെ എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യണം അറിയത്തില്ല. അത് നമ്മൾ ടൂറൊക്കെ പോകുന്ന ഒരു സ്ഥലമല്ലല്ലോ അത്. അതൊരു ബോട്ടല്ലേ. സ്ഥലമാണ് ആലപ്പുഴ നീ പറഞ്ഞില്ല. ഞാൻ മൂന്നാറാണ് എഴുതിയത്. അനീഷ 5 ക്വസ്റ്റ്യൻ ചോദിച്ചു. 5 ക്വസ്റ്റ്യന് ഞാൻ റോങ് ഉത്തരം പറഞ്ഞു. നോ, 1 ക്വസ്റ്റ്യന് ഞാൻ റൈറ്റ് ഉത്തരം പറഞ്ഞു. ഞാൻ അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തതുകൊണ്ട് ഞാൻ ആദ്യം എഴുതിയത് റെഡ് ആണ്. പിന്നെ ഞാൻ ഇതിനോട്ടേ പറഞ്ഞിട്ടാണ് ഓറഞ്ച് ചെയ്തത്. ഇതിനാ ഈ ബുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. ആദ്യം ഞാൻ റെഡ് ആണ്, പിന്നാണ് ഓറഞ്ച് ചെയ്തത്. ഞാനല്ലേ നോക്കട്ടെ, വെട്ടിട്ടൊന്നും എഴുതിയില്ലേ നീ? അതാണ് ഞാൻ ബോട്ടിൽ നിന്റെ അടുത്ത് എഴുതി വെച്ചിട്ടുള്ളത്. എന്റെ പേര് ഞാൻ കൊടുത്തെടുത്താണ്. നോക്ക്, ചവിട്ടുന്നു ഇവിടെ തന്നെ കാണുന്നത്. ഏഞ്ചൽ ബാബിനെ ഉറക്കി കടത്തിയിട്ടുണ്ട്. പുള്ളിക്കാരി ചെറുതായിട്ട് നോട്ടി ആവുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഉറക്കി കടത്തിയിട്ടാണ് കേട്ടോ ബാലൻസിങ് ചെയ്യാൻ പോകുന്നത്. ഇനി പ്രിയയുടെ ടേൺ ആണ് കേട്ടോ.
കുറച്ച് സ്പീഡിൽ പോകാം, കാരണം അവിടെ ഉണരുന്നതിന് മുന്നേ ഇതെടുത്ത് തീർക്കണം. അതുവരെ എനിക്കൊരു പോയിന്റ് ഇല്ല, അവൾക്കൊരു പോയിന്റ് ഉണ്ട്. എന്റെ എന്താ പറയാനില്ല, എന്റെ അവതാരി എന്നാണ് പറയാം. ഓക്കെ, എന്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അത് 5th ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എനിക്ക് അത്ര കണ്ട് ഇഷ്ടമില്ലാത്ത ഒരു വെഹിക്കിൾ ഉണ്ട്. അതായത് എന്താ പറയാ, എന്തോ എനിക്ക് ഇഷ്ടമാണോ എന്ന് വെച്ചാൽ ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് അത്ര കണ്ട് അത് ഇഷ്ടവുമല്ല എന്നൊരു വെഹിക്കിൾ. ക്ലൂ ഒന്നുമില്ലല്ലേ? ക്ലൂ പ്രത്യേകിച്ചൊന്നും ഇല്ല, കോമൺ ആയിട്ട് എല്ലാരും ഓട്ടിക്കാറുള്ള ഒരു വെഹിക്കിൾ. വെഹിക്കിളിന് എല്ലാരും ഓട്ടിക്കാറുണ്ട് അങ്ങനെയല്ല, പലതും ഉണ്ടല്ലോ, JCB അങ്ങനത്തെ ഒന്നല്ല. എഴുതിയാ ഡൗട്ട്. സൈക്കിളാണോ? എഴുതിയാ? സൈക്കിളോ അല്ല, ബൈക്കാണോ? ശരി, നീ ആദ്യം ബസ്സായത്. നമ്മള് ബസ്സിൽ പോകുമ്പോ ഛർദിക്കും, മോഷൻ സിക്നസ് ഉണ്ടോ? അയ്യോ, ഞാൻ ബസ്സല്ല. ആക്ച്വലി എനിക്ക് ബൈക്ക് ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് അതിനകത്ത് കേറാൻ പേടിയുമാണ്. അതുകൊണ്ടാണ് ബൈക്ക് കേറിയിട്ടില്ലാത്ത പോലെ. ബൈക്ക് കേറിയിട്ടുണ്ട്, പക്ഷെ ഞാൻ റെയർ ആണ് കേട്ടോ ബൈക്ക് കേറാറ്. ശരി, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്റെ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എനിക്ക് ടൂർ പോകാൻ ആഗ്രഹമുള്ള ഒരു വിദേശ രാജ്യം. വിദേശ രാജ്യം ഏഷ്യൻ കൺട്രി ആണോ അതോ? ഏഷ്യൻ ഏഷ്യൻ തന്നെ. ഇതൊന്നില്ലടി, ഞാനൊരു കൺട്രി എഴുതിയിട്ടുണ്ട്, പക്ഷെ എനിക്കത് കൺഫേം അല്ല, ഉറപ്പല്ല. ഞാൻ 2 കൺട്രീസ് ആണ് മനസ്സിൽ വിചാരിക്കുന്നത്, പക്ഷെ ഒരു കൺട്രി എഴുതിയിട്ടുണ്ട്. എഴുതിയത് മലേഷ്യയാണ്. ആണോ? അല്ല. തായ്ലാന്റ് ആണോ? അതും അല്ല. മാലിദ്വീപ്. മാലിദ്വീപ്? നീ ഇന്നേവരെ ആ പേര് പറഞ്ഞിട്ടില്ലല്ലോ. അത് ഞാൻ എല്ലാ പേരും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ തായ്ലാന്റ് മനസ്സിൽ ഉദ്ദേശിച്ചാണ്. ഈ തായ്ലാന്റും ഉണ്ടായിരുന്നു, മാലിദ്വീപ്സും ഉണ്ടായിരുന്നു കേട്ടോ. നെക്സ്റ്റ് എന്റെ ടേൺ. ഓക്കേ, എനിക്ക് ഇഷ്ടമുള്ള ഒരു സ്മാർട്ട് ഫോൺ ബ്രാൻഡ്. ആൻഡ്രോയിഡ് ആണ്, നോട്ട് ഐഫോൺ. ഞാൻ ഉപയോഗിച്ചിട്ടില്ല, ക്ലൂവും തന്നിട്ടുണ്ട്. എഴുതിയോ? എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്, ഞാൻ ഉപയോഗിച്ചിട്ടില്ല. എനിക്കങ്ങനെ ബ്രാൻഡുകളുടെ പേരൊന്നും പറയാൻ മാത്രം അറിയത്തില്ല. ഒരു ക്ലൂവും കൂടെ തരാം. ഇതില് ഇന്നേവരെ ഒരു ഫോണിലില്ലാത്ത ഒരു ഫീച്ചർ ഉണ്ട്, അതാണ് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആക്കിയത്. അത് ഞാൻ പിന്നെ ഫോണിന്റെ ഫീച്ചറൊക്കെ അന്വേഷിച്ച് നടക്കരുത്, മനസ്സിലാക്കിയില്ല. ഇതൊരു ബെനിഫിറ്റും ഇല്ലാത്തൊരു ക്ലൂ ആണ്, അത്രേ ഉള്ളൂ പറയാൻ. ഞാൻ ക്ലൂ തന്നു, നീ എന്തോ എഴുതിയത്? ഞാൻ ഒന്നും എഴുതിയില്ല. ആലോചിക്കാൻ. നീ ഉപയോഗിച്ചിട്ടില്ലാത്തത് അത് ഭയങ്കര കോമൺ ആണോ? കോമൺ അല്ല. കോമൺ എന്ന് പറഞ്ഞാലും അതിന് പ്രത്യേകിച്ച് നല്ല ഫീച്ചേഴ്സ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ അതിന്റെ ഒരു പ്രത്യേക ഒരു ഫീച്ചർ ഉണ്ട്, ഇന്നേ വരെ ഒരു ഫോണിൽ വന്നിട്ടില്ല. ആ ഫീച്ചർ നത്തിങ്. ഞാൻ അതിങ്ങനെ ഇറങ്ങിയ സമയത്തിന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഡ്രസ് ഉണ്ട് ആ ഫോൺ കാണാൻ, പുറകില് ലൈറ്റ് കത്തും, ബ്ലിങ് ബ്ലിങ്. അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ശരി, അടുത്തത് ഞാനാണ് ചോദിക്കുന്നത്. ഇതുവരെ എനിക്ക് ഒരു പോയിന്റ് പോലും ഇല്ല. അവള് എന്റെ ഔദാര്യം കാണാൻ ഒരു പോയിന്റ് നേടിയിട്ടുണ്ട്. ശരി, അവള് ഒരു ഔദാര്യം കാണിച്ചിരുന്നെങ്കിൽ ഞാൻ കൊറേ ക്ലൂ ഇപ്പൊ തന്നായിരുന്നു. ഇതിലല്ല, ഞാൻ കൺട്രിയിലെ കാര്യം പറഞ്ഞു. അപ്പം എന്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, A few moments later. ടഫാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ, സ്റ്റോക്ക് ഔട്ട് ആയി പോയെന്ന് തോന്നുന്നു. ആലോചിക്കൂ.
One eternity later. അപ്പൊ ഞാൻ ചോദിക്കാൻ പോകുന്നത് എനിക്ക് മലയാളത്തില് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആക്ടർ മലയാളത്തിലെ ഓക്കെ പറ. ദിലീപ്. പൃഥ്വിരാജ്. പൃഥ്വിരാജിനാണോ ഇഷ്ടം? എനിക്ക് പൃഥ്വിരാജിനാണ് ഇഷ്ടം. എന്റെ ക്വസ്റ്റ്യൻ സെയിം ക്വസ്റ്റ്യൻ. ഇപ്പോഴാണ് എന്റെ ചോദ്യം കോപ്പി അടിച്ചത്. എന്റെ 3 ചോദ്യം നീ കോപ്പി അടിച്ചു. എണ്ണിക്കൊണ്ടിരുന്നേടി. എഴുതിയാ? നിനക്ക് ഏറ്റവും കൊണ്ട് ഇഷ്ടപ്പെട്ട എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഞാൻ ഒരാളുടെ പേര് എഴുതും. നീയാ പറയണ്ട. മമ്മൂട്ടി. ടൊവിനോ തോമസ്. ഇവിടെ മോഹൻലാൽ എഴുതി പിന്നെ ഞാൻ സമ്മതിച്ചേന്. മമ്മൂട്ടിയുടെ സിനിമകൾ പോലും എനിക്ക് സത്യം പറഞ്ഞ ഇഷ്ടമല്ല കേട്ടോ. മമ്മൂട്ടിയുടെ ഇഷ്ടമാണ്, പക്ഷെ മമ്മൂട്ടിയുടെ ഫിലിംസ് എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ പിന്നെ ഞാൻ മമ്മൂട്ടി ഇതിൽ അക്ഷി എന്ന് പറയുന്നത് നിനക്ക് മമ്മൂട്ടിനെ ഇഷ്ടമാണല്ലേ? മമ്മൂട്ടിനെ ഇഷ്ടമാണ്, പക്ഷെ നമ്മളൊരു ഫിലിം ബേസ് പറയുമ്പോ എനിക്ക് ടൊവിനോട് തന്നെ ഓർമ്മയും പോലും വന്നിട്ടില്ല. എനിക്ക് സത്യത്തിൽ മോഹൻലാലിനെയും ടൊവിനോനെയാണ് ഇഷ്ടം. മോഹൻലാലിന് ഏതാണെന്ന് വിചാരിച്ചത്. അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മമ്മൂട്ടിനാണ്. അപ്പൊ ഇവക്കും മമ്മൂട്ടിനായിരിക്കുമോ? ഞാൻ ഏതെങ്കിലും മമ്മൂട്ടിയുടെ സിനിമ ആണെന്ന് നീ കണ്ടിട്ടുണ്ടോ? കൂടുതൽ എന്താ പറയാ, ഒരു CBI അങ്ങനത്തെ ഉള്ള സിനിമകളൊക്കെ ഇല്ലേ? എനിക്ക് അങ്ങനത്തെ സിനിമകളൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അപ്പൊ ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ക്വസ്റ്റ്യന്റെ പെരുമഴ. ഓക്കെ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സിംഗർ മെയിൽ ഓർ ഫീമെയിൽ? മെയില്. അയാളുടെ പേര് എനിക്ക് ഓർമ്മയില്ല. ഇവക്ക് ഒരു സിംഗറിന് ഇഷ്ടമാണ്, പക്ഷെ ആ സിംഗറിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഞാനൊരു ക്ലൂ തരാം. ഇയാൾ അങ്ങനെ സിനിമയിൽ പാടിയിട്ടുണ്ടോന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല. സിനിമയായിട്ട് ബന്ധമുള്ള ഒരാളല്ല, പക്ഷെ സോഷ്യൽ മീഡിയ എല്ലാമായിട്ട് നല്ല ബന്ധമുള്ള ഒരാളാണ്. പിന്നെ ഒരു ക്ലൂ തന്നാൽ ഇവക്ക് നന്നായിട്ട് കത്തോണ്ട്. ഇവക്ക് ഇഷ്ടമുള്ള സിംഗറെ എനിക്ക് അറിയാം, പക്ഷെ എനിക്ക് അയാളുടെ പേര് സത്യത്തിൽ അറിയത്തില്ല. അതാണ് പ്രശ്നം. അത് മ്യൂസിക് ഡയറക്ടർ ആണോ? മ്യൂസിക് ഡയറക്ടർ ആണ് ഞാൻ ഉദ്ദേശിച്ച ആൾ. അങ്ങനെ മ്യൂസിക് ഡയറക്ഷൻ ഉണ്ട്, പക്ഷെ സിനിമയിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. ആൽബം സോങ്ങൊക്കെയാണ് മെയിനായിട്ട് പാടുന്നത്. ലാംഗ്വേജ് ഞാൻ പറയത്തില്ല. മാരീഡ് ആണ്. ഒരു ക്ലൂ തന്നാ പെട്ടെന്ന് കണ്ടുപിടിക്കണം. ഞാൻ ക്ലൂ തീരെ കൊടുക്കത്തില്ല. എനിക്കറിയാവുന്ന ആളല്ലേ? എനിക്ക് ഉറപ്പായിട്ടും അറിയാം. മലയാളിയാണോ തമിഴനാണോ? അതിനെ പറയത്തില്ല. മാരീഡ് ആളല്ല. മാരീഡ് അല്ലേ? മാരീഡ് അല്ല. അനിരുദ്ധിനെ ഇവക്ക് സത്യത്തിൽ ഇഷ്ടമാണ്. അല്ല കേട്ടോ. ഞാൻ ആലോചിക്കട്ടെ, കല്യാണം കഴിഞ്ഞ ഏത് പാട്ടുകാരനാണോ എന്തോ. ഞാൻ പറഞ്ഞു ഫിലിമായിട്ട് അയാൾക്ക് വലിയ ബന്ധമില്ലാത്ത ആളാണ്, പക്ഷെ ഒരു ആർട്ടിസ്റ്റ് ആണ് ആള്. എനിക്കറിയത്തില്ല, എന്റെ അറിവില്ലെന്നാണ്. ഇനി വല്ല സിനിമയിൽ ഞാൻ അറിയാതെ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഈ ആൻസർ എനിക്ക് അറിയത്തില്ല പേഴ്സണലി. നീ എന്തേലും എഴുതാറുണ്ടെങ്കിലൊക്കെ പേര് എഴുത്. എങ്കിൽ ഞാൻ നേരത്തെ എഴുതിയ പേര് തന്നെ അനിരുദ്ധ്. മുകൻ റാവോ? ഞാൻ പാട്ട് പറഞ്ഞ കത്തിനെ മലേഷ്യനാണെന്ന് പറഞ്ഞാൽ അതിനേക്കാളും പെട്ടെന്ന് കത്തിയ. ഞാൻ രണ്ടും പറയാം. ഞാൻ സത്യത്തിൽ മുകൻ റാവോട് പാട്ടൊക്കെ കേട്ടിട്ട് കാലങ്ങളായി, അതുകൊണ്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഓർമ്മയില്ല സത്യം പറഞ്ഞ മുകൻ റാവിനെ പറ്റി. എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരാളാണ് ആൽബം സോങ്ങില്. പാട്ടുകളൊക്കെ ഓർമ്മയുണ്ടോ? പറഞ്ഞപ്പോ ഓർമ്മ വലിക്കുത് വലിക്കുത് ആസയാക്കെടുത്ത് വെച്ച്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇവക്ക് ഒരു ഇതുവരെ ഒരു മാർക്ക് പോലും വാങ്ങിച്ചില്ല. 8ാമത്തെ ക്വസ്റ്റ്യനായി. അതുകൊണ്ട് ഒന്ന് ദാക്ഷിണ്യം കാണിക്കാന്ന് വിചാരിച്ചു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട റാപ്പർ. അതവർക്ക് എന്തായാലും അറിയാന്ന് എനിക്കറിയാം. അല്ല, അതിനൊന്നും ആവശ്യമില്ലായിരുന്നു. ഓ, എന്നാലും ഇരിക്കട്ടെ ഒരു പോയിന്റ്. കറക്റ്റ്, അതെനിക്കറിയാം, അവർക്ക് അറിയാം. അതുകൊണ്ട് പിന്നെ ഞാനൊന്ന് വിട്ടു. ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇവളാണ് കേട്ടോ. എനിക്ക് വീടിന്റെ വീടൻ എന്ന് പറഞ്ഞ ഒരാളെ പോലെ തീരെ അറിയാത്ത ആളായിരുന്നു. ഞാൻ അവൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് 2-1 വീടിനെ പോലീസ് പൊക്കി. അതുകൊണ്ട് അവൾ നല്ലപോലെ അറിഞ്ഞു.
അല്ല കഞ്ചാവ് അപ്പോഴത്തേനും നല്ല ഇതായിരുന്നു, അതൊക്കെ നല്ല ന്യൂസിലൊക്കെ വരാൻ തുടങ്ങിയപ്പോഴാണ് ഞാളെ പറ്റി ഇങ്ങനെയൊക്കെ ഒരാളുണ്ടെന്ന് അറിയാൻ ഞാൻ പറഞ്ഞു 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നല്ലേ ഇങ്ങനെ ഒരു ഇത് വന്നത്, ഇഷ്യൂ വന്നത്. ഇല്ല, ഇഷ്യൂ വന്നപ്പോഴാണ് നീ എൻ്റെ അടുത്ത് പറയുന്നത്. ഇഷ്യൂ വരുന്നതിന് മുന്നേ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു, പക്ഷെ നിനക്ക് ആളെ മനസ്സിലായിട്ടില്ലായിരുന്നു പാട്ട് പറയുമ്പോ. പിന്നെയാണ് പെട്ടെന്ന് ഇഷ്യൂ വന്നപ്പോ ഞാൻ ഇപ്പൊ കാണിച്ചത് ഇതാണ് ഞാൻ പറഞ്ഞ വ്യക്തി. ഇപ്പൊ പുതിയൊരു ഇഷ്യൂ വേറെ വന്നിട്ടുണ്ട്. പക്ഷെ അനീഷിക്കും വേടനോട് വലിയ താല്പര്യം ഉണ്ടെന്ന് തോന്നുന്നല്ലേ? കുഴപ്പമില്ലാത്ത വേടനോട് താല്പര്യമില്ല, വേടന്റെ പാട്ടുകളോട് താല്പര്യമുണ്ട്. ഓക്കെ, ഞാൻ നല്ല ടഫ് ഒരു ക്വസ്റ്റ്യൻ തരട്ടെ? ഓ ഇത്ര നേരം തന്നത് ടഫല്ലല്ലോ. ഇമാജിൻ പോലും ചെയ്യാൻ പറ്റാത്തൊരു ടഫ് ക്വസ്റ്റ്യൻ. ബ്ലാക്ക് പിങ്കിന് എന്റെ ഫേവറേറ്റ് സോങ് ഈ ബ്ലാക്ക് പിങ്ക് എനിക്ക് എന്താന്ന് സത്യത്തെ അറിയത്തില്ല. അതായത് അവര് 4 പേരുണ്ടെന്ന് മാത്രം എനിക്ക് അതിനകത്ത് ഒരു പാട്ട് പോലും എനിക്ക് പേഴ്സണലി അറിയത്തില്ല. നിനക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റാത്ത ടഫ് ആണെന്ന്. അല്ലല്ല, എന്നാലും നീ എഴുതിക്കോ. എനിക്ക് ആകെ ഒരു പാട്ട് മാത്രം അറിയാം, ആ പാട്ട് മാത്രം. മറ്റേ ഹവി ലൈക്ക് ദാറ്റ് ആയിരിക്കും. അത് അറിയത്താണ്, എന്റെ അറിയില്ല, അവർക്ക് അറിയാവുന്ന പാട്ട്. എന്റെ ഫേവറേറ്റ് സോങ് എനിക്ക് ഒരുപാടുണ്ട് കേട്ടോ. നീ ആദ്യം എഴുതും, എന്നിട്ട് ഞാൻ ഒരുപാട് സോങ്സ് ഒന്നും. ബ്ലാക്ക് പിങ്ക് ഇൻ അവർ ഏരിയ അത് മാത്രം എനിക്കറിയാം, ബാക്കിയൊന്നും എനിക്കറിയത്തില്ല. ഓക്കെ, ഞാൻ എഴുതിയിരുന്നുണ്ട്, അവർക്ക് അറിയത്തില്ല. ഞാനും എഴുതിയിട്ടുണ്ട്. ലുക്ക് യു ഓന ലൈക്ക് മീ, അങ്ങനെ ഏതൊരു വരെയുള്ള ഒരു പാട്ടുണ്ടല്ലോ. ഹവി ലൈക്ക് അത് തന്നെ, ഹവി ലൈക്ക് അത് ഹവി ലൈക്ക് ദാറ്റ്. എനിക്ക് അത് മാത്രം അറിയത്തുള്ളൂ സത്യം കേട്ടോ. പ്ലേയിങ് വിത്ത് ഫയർ. അതായത് പാട്ട് അതായത് പാട്ട് പ്ലേയിങ് വിത്ത് ഫയർ. നോ ഐഡിയ. പ്ലേയിങ് വിത്ത് ഫയർ എനിക്കറിയത്തില്ല. എനിക്ക് ബ്ലാക്ക് പിങ്ക്, BTS അവരെയൊന്നും എനിക്ക് വലിയ ഞാനെന്റെ എന്റെ ഫേവറേറ്റ് മലയാളം സോങ്. തമിഴ് സോങ് നിനക്കറിയാം, മലയാളം സോങ് നോ ക്ലൂ. ഓൾറെഡി ഒരു ഈസി ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞു. സോ ഇനി കുറച്ച് ടഫുകളാവാം. മൊത്തത്തിൽ ഇത് ടഫേ ഉള്ളൂ, ചിന്തിക്കാൻ പോലും പറ്റാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത്. എന്നെ ചേർത്താ ഞാൻ പറഞ്ഞത് മലയാളത്തില് പറയട്ടെ. അറിയാതെ പറയാതെ നീ പോയതല്ലേ. പറയാതെ അറിയാതെയാണോ? അറിയാതെ പറയാതെ എങ്ങനെ ഒരു വാക്ക്? നോ ഗൈസ്. അപ്പൊ പറ. ആ പാട്ട് എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ഈ പാട്ടുള്ള എങ്ങനെ ഇഷ്ടാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാന് സിനിമ പറയാം, നീ ആ പാട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഒരു ½ മാർക്ക് തരാം. ½ മാർക്ക്. സിനിമ പറ. ചാന്തുപൊട്ട്. ചാന്തുപൊട്ടാ? എനിക്ക് ചാന്തുപൊട്ടിൽ ആകെ അറിയാവുന്നൊരു പാട്ട്, ചാന്തു കിടന്നൊരു സൂര്യൻ മാനത്ത്. ആ പാട്ടാണ്. ആ പാട്ട് കോളെല്ലാമായും നേരം പങ്കായം. എനിക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ട. അപ്പൊ എനിക്ക് 1.5 മാർക്ക് ഉണ്ട്. 1.5. ഓക്കെ, ഇനി വിട്ടു തരത്തില്ല. അപ്പൊ എന്റെ മലയാളം ഫേവറേറ്റ് സോങ് എന്റെ കോപ്പിയടി. ഓക്കെ, മലയാള സോങ്. പക്ഷെ അങ്ങനെ മലയാളം സോങ് കേൾക്കുന്നതൊക്കെ റെയർ ആണല്ലേ. പുതിയതാണോ പഴയതാണോ? പുതിയ സോങ് ഒന്നും എനിക്ക് വലുതായിട്ട് അറിയത്തില്ല. പഴയ ഒരു സോങ് ആണ്. നിറയെ പഴയതാണോ ഈ ചാന്തുപൊട്ട്? പഴയത്. അയ്യോ, അത്രയും താഴത്തൊന്നും തോന്നുന്നു. 2000-ന് ശേഷം ഇറങ്ങിയ മൂവി ആണെന്ന് തോന്നുന്നു. ആണാണ് 2000-ന് ശേഷം. നടനെയും കൂടെ പറ. അല്ലല്ല, അങ്ങനെ. ഓ ക്ലൂ ഞാൻ തന്നു. അങ്ങനാണെങ്കിൽ ഒരുപാട് നടന്മാർ. ആ പാട്ടില്ല, ഈ പാട്ടില്ല. എന്റെ ഫേവറേറ്റ് നടൻ എന്ന് പറഞ്ഞ ആളെന്നാണ് ഈ പാട്ടിൽ. എന്റെ ഫേവറേറ്റ് നടൻ ആരായിരുന്നു? ഞാൻ ഇത്രയും ക്ലൂ തന്നില്ല. ഇവളുടെ ഫേവറേറ്റ് നടൻ ഞാൻ മറന്നു പോയിട്ടാ. ദിലീപ് അല്ലായിരുന്നു അറിയാം. ദിലീപ് അല്ല. അത് ഞാൻ പറയുന്നത്, ഞാൻ ഓൾറെഡി പറഞ്ഞു.
നിന്റെ ഫേവറേറ്റ് നടൻ ആരായിരുന്നു? മലയാളം നടനല്ലേ? മലയാളം സോങ് ആണ് ഞാൻ ചോദിച്ചത്. അപ്പൊ മലയാളത്തിൽ നടന്നായിരിക്കും. ആ നടനെ തന്നെ പറഞ്ഞു. നിന്നെ എന്തോ പറയാൻ ഞാൻ ഓർക്കുന്നില്ല. നമ്മൾ അന്വേഷിച്ച് എന്തൊക്കെ ആയി, ഇതൊക്കെ ആയില്ലേ? വേർക്കുന്നില്ല. അപ്പൊ നീ ഏതെങ്കിലും ഒരു പാട്ട് ചെയ്ത് മറന്നു പോയ സ്ഥിതിക്ക് എന്റെ ഫേവറേറ്റ് നടൻ ആരാന്ന് പറയണ്ടേ? ഇല്ല, ഞാൻ പറയത്തില്ല. ആ കെഞ്ചിക്കൊണ്ടിരിക്കുന്നു. അല്ല, ഞാൻ ഒരു സിനിമയിലെ പാട്ട് എഴുതാം. സിനിമയുടെ പാട്ടല്ലേ ഞാൻ ചോദിച്ചത്. മറ്റേ പാട്ടില്ലേ, മിഴിവാതിൽ ചായം പതിനാൻ തഴുകവേ. മറ്റേ ഈ കാറ്റ് വന്നു കാറ്റിൽ. അതിനകത്ത് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഫേവറേറ്റ് ആക്ടറാണ് ഉള്ളത്. അതുകൂടെ ചിന്തിക്കണം. ആണോ? അതാണോ ഫേവറേറ്റ് ആക്ടർ? അപ്പം എപ്പം ഞാനില്ല മറ്റേ പാട്ട് പറയാം. വേണ്ട വേണ്ട, ഇനിയില്ല. പറ. ഇനിയില്ല. പറ, നീ പറ. നീ പറഞ്ഞാലും ഞാൻ മാർക്ക് തരത്തില്ല. അല്ല, നീ ആൻസർ പറ. നീ പറഞ്ഞില്ല. ഞാൻ പറയുന്നില്ല. നീ പറഞ്ഞ ഹാഫ് മാർക്ക്. വേണ്ട, നീ ആൻസർ പറഞ്ഞാ മതി. നീ പറയുന്നില്ല. ഞാൻ ഹാഫ് മാർക്ക് തരുന്നു. എനിക്ക് ഹാഫ് മാർക്ക് വേണ്ട. വല്ലവരുടെ ഔദാര്യം എനിക്ക് വേണ്ട. പറ. അത് നീ പറഞ്ഞ ഞാൻ എഴുതിയ പാട്ടാനാണെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. വേണ്ട, നീ പറ. നീ പറഞ്ഞ എനിക്ക് ഹാഫ് മാർക്ക് വേണ്ട. നീ ആൻസർ പറ. മണിക്കിനാവിൻ കൊതുമ്പുള്ള. ഓക്കെ, അതാണ് നീ പറയാൻ വന്നത്? അല്ല, നീ പറയാൻ വന്നത് ഒന്ന് ആലോചിച്ചിട്ട് പറയാന്ന് വിചാരിച്ചത്. അപ്പൊ ഞാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് കൊച്ചങ്ങൾ സ്കിപ്പ് ചെയ്തു. അതാണ് അപ്പൊ സത്യം. അപ്പം 10 ഇതായിരിക്കുന്നു. 10ാമത്തെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. എന്റെ ഫേവറേറ്റ് സിംഗർ. ഫേവറേറ്റ് സിംഗറാ? തമിഴിന്നല്ലേ? അങ്ങനെ പറയാൻ പറ്റത്തില്ല, എല്ലാ ഭാഷയിലും പാടാറുണ്ട്. മെയിനായിട്ട് ഏത് ഭാഷയിലാ അറിയപ്പെടുന്നത്? അത് പറയത്തില്ല. എങ്കിലും കണ്ടുപിടിക്കല്ലേ? ഞാൻ ഒരാളുടെ പേര് എഴുതുന്നു. പറയട്ടെ. AR റഹ്മാൻ. ശ്രേയ ഘോഷാൽ. അയ്യോ, മെയിലോ ഫീമെയിലോ ഒന്നും പറഞ്ഞില്ലല്ലേ നീ? നീ ചോദിച്ചില്ലല്ലേ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണമെന്ന് നീ തന്നെയാണ് പറഞ്ഞത്. എന്റെ ഫേവറേറ്റ് സിംഗർ ശ്രേയ ഘോഷാൽ. AR റഹ്മാനേക്കാളും എനിക്ക് ഇഷ്ടമുള്ള വേറെ സിംഗേഴ്സ് ഉണ്ട്. എന്റെ ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടർ. അതല്ലേ നീ നേരത്തെ പറഞ്ഞതില്ല. അത് സിംഗർ. അത് സിംഗർ. ഞാൻ മ്യൂസിക് ഡയറക്ടറിനാണ് പറയുന്നത്. AR റഹ്മാൻ അല്ല, GV പ്രകാശ്. എനിക്ക് GV പ്രകാശിന്റെ ആ വോയിസും സോങ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ മിക്കതും GV പ്രകാശിന്റെ പഴയ സോങ്സ് വരെ കേൾക്കാറുണ്ട്. എന്താടി എന്റെ മ്യൂസിക് ഹിസ്റ്ററി എടുത്ത് നോക്കിയ GV പ്രകാശിന് ഒരുപാട് പാട്ടുകളുണ്ട് അതിനകത്ത്. ഞാൻ എല്ലാം പറഞ്ഞല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എനിക്കിഷ്ടപ്പെട്ട വെജിറ്റബിൾ. വെജിറ്റബിൾ ഒക്കെ ഇഷ്ടപ്പെട്ടതെന്ന് കൂട്ടാൻ പറ്റത്തില്ല. വെജിറ്റബിള് കറിക്കൊക്കെ ഇടുന്നതല്ലേ? എല്ലാ കറികളും ഇടാറുണ്ട്. കോമൺ ആയിട്ട് കിട്ടുന്ന വെജിറ്റബിൾ. കോമണാ. ശരി. നമ്മള് ബ്യൂട്ടിക്കൊക്കെ വേണ്ടിട്ട് ഉപയോഗിക്കാറുണ്ട്. ബ്യൂട്ടിക്ക് വേണ്ടിട്ട് ഉപയോഗിക്കാറുണ്ട്. ബ്യൂട്ടിക്കാ? വെജിറ്റബിളാ? ഓക്കെ. ഗ്ലൂക്കോ തന്നപ്പോ എഴുതുന്നു. കുക്കുംബർ. ക്യാരറ്റ്. ക്യാരറ്റ് ബ്യൂട്ടിക്ക് വേണ്ടി എന്തോ ഉപയോഗിക്കൂടി? ക്യാരറ്റ് ജ്യൂസ് കുടിക്കത്തില്ലേ ബ്യൂട്ടി കൂടാനായിട്ടൊക്കെ? കുക്കുംബറൊക്കെയാണ് പിന്നെ സംഭവിച്ചു കൊടുക്കുക. ഞാൻ വിചാരിച്ചു ഇവിടെ തക്കാളി ആയിരിക്കും എഴുതുന്നതെന്ന്. അതൊക്കെയാണ് ആദ്യം എഴുതിയത് ഒനിയനാണ്. ഒനിയനൊന്നും വെറുതെ തിന്നാനൊന്നും പറ്റുന്ന സാധനമൊന്നുമില്ല. എന്റെ ഫേവറേറ്റ് നോൺ വെജ് കറി. നോൺ വെജ് കറി
ഓക്കെ. നിന്റെ നമ്പർ എഴുതില്ല, എഴുതി കഴിഞ്ഞാ ഞാൻ വെക്കുന്ന കറിയാണോ? ഞാൻ വെച്ചിട്ടുണ്ടോ? ഇങ്ങനെ പേര് കിട്ടുന്നത് വെച്ചിട്ടുണ്ട് ഈ കറിയല്ല. പറ. പനീർ കറി. മണ്ഡപത്തിൽ ഞാൻ നോൺ വെജ് എടുത്ത് പറഞ്ഞു. പനീർ വെജിൽ പെടുന്നതല്ലേ? ഓ സോറി, നോൺ വെജ് ആണ് ചോദിച്ചത്. ഞാൻ നോൺ വെജ് എഴുതട്ടെ. പനീര് കറി. ഞാൻ വെജ് എന്ന് വിചാരിച്ചേട്ടാ. വെജ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു, ഇത് കറക്റ്റ് ആൻസർ ആയിരുന്നു. ഞാൻ ഇതിന് ശേഷം ഈ ക്വസ്റ്റ്യൻ ചോദിക്കണം വിചാരിച്ച വെജ് അറിയുന്നു. ആൻസർ എനിക്ക് ഒരു മാർക്ക് കിട്ടേണ്ട ആൻസറാ. വെജ് കറി അല്ലേ? വെജിനി പറയുന്നത് നോൺ വെജ് കറി. ഞാൻ എടുത്ത് പറഞ്ഞു നോൺ വെജ്. ബട്ടർ ചിക്കൻ. കറക്റ്റ്. എനിക്ക് 1 point. നല്ലൊരു പോയിന്റ് കിട്ടുമെന്ന് എനിക്കറിയാം, അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അവള് വെച്ചാന്ന് പറഞ്ഞോണ്ടാണ് അവക്കത് എളുപ്പമായത്. അല്ലെങ്കിൽ ഞാൻ പറയത്തില്ലെന്ന് പറഞ്ഞെങ്കിൽ ചിലപ്പോ പെട്ടുപോയത്. ഞാൻ കുറെ നോൺ വെജ് കറികൾ വെച്ചിട്ടുണ്ട്. വെജ് കറി ചോദിച്ചോ നിഷ? വേണ്ട അതിന്റെ ആവശ്യമില്ല. ഞാൻ മറ്റേ പനീർ ടിക്ക മസാലയാണ്. ഞാനും അതാണ് എഴുതിയ പനീർ ടിക്ക. ശരി. എനിക്ക് ആ കറി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ഞാൻ വെച്ചപ്പോ. ആദ്യമായിട്ടാ നിഷ പനീർ ടിക്ക മസാല കഴിച്ചത് ഞാൻ വെക്കുന്നല്ലേ. അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. ഓക്കെ, അതിന്റെ റെസിപ്പി ചാനലുണ്ട്, നിങ്ങളും കൂടെ ഒന്ന് കണ്ടു നോക്കൂ, ചെയ്ത് നോക്കൂ. സൂപ്പർ ടേസ്റ്റ് ആണ്. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഫാൻ ആവും നമ്മള്. പ്രത്യേകിച്ച് എന്റെ കൈപ്പുണ്യം കൂടെ ആവുമ്പോൾ പറയണ്ട. കൈപ്പുണ്യം ഇല്ലെങ്കിലും മസാലകളും കൂട്ടുകളൊക്കെ നന്നായിട്ട് ഇട്ടാലും സൂപ്പറായിട്ട് കിട്ടും കേട്ടോ. അടുത്ത നിന്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത എന്റെ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ വെച്ചിട്ടുള്ള കറികള് എനിക്ക് ഏറ്റവും കൂടുതൽ പേഴ്സണലി ഇഷ്ടമുള്ള കറി. വെജോ നോൺ വെജോ? ഞാൻ കൂടുതലും നോൺ വെജല്ലേ വെക്കാറുള്ളൂ. വെജ് അങ്ങനെ ഞാൻ വെക്കാറില്ല. നോൺ വെജാ. നിനക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടതോ? നിനക്കും ആ കറി ഇഷ്ടപ്പെട്ടായിരുന്നു? അതിന് ആക്ച്വലി 2 പേരുണ്ടേ. ഏത് പേരാണ് എന്റെ എഴുതാം? എഴുതിയാ പറ. അറബിക് ക്രീമി ചിക്കൻ ആണോ? ഇവിടെ ക്ലൂ തരുന്നതിന് മുന്നേ ഞാൻ ആൻസർ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മക്കാനി ക്രീമി ചിക്കൻ കറി എന്ന് പറയാറുണ്ട്. ഞാൻ എഴുതിയതിനു ശേഷമാണ് എനിക്ക് അവളെ ക്ലൂ തന്നത്. എന്നിട്ട് പോലും ഞാൻ വെട്ടാൻ തയ്യാറായില്ല. കാരണം ഞാൻ ആ ആൻസറിൽ ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു. കാരണം ആ കറി അവക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു അല്ലേ? അതിന്റെ വ്ലോഗിലുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് അതും എല്ലാരും ഒന്ന് ട്രൈ ചെയ്യണേ, നല്ല ടേസ്റ്റ് ആണേ. ഞാൻ എന്റേതായ ഓൺ റെസിപ്പിയിലൊക്കെ ചെയ്തത് അത്. അടുത്തതിന്റെ ക്വസ്റ്റ്യൻ അല്ലേ. ഞാൻ ഏഞ്ചലിനെ പ്രസവിച്ച സമയം അറിയാവോ? അറിയാവോ? ഏതോ ഒരു സമയം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നീ തന്നെ പറ. 2:36 PM. 2:34 PM. 4 സോ ഒരു 2 മിനിറ്റേ കുറഞ്ഞുള്ളൂ. എനിക്ക് ഹാഫ് മാർക്കേ. ഒറ്റ ആൻസർ 2:34 PM. അവള് 2:36 PM എഴുതി. അത് റോങ് ആൻസർ ആണ്. ഹാഫും മുക്കാലും തരാൻ പറ്റത്തില്ല. അല്ലല്ല, അതൊന്നും സമ്മതിച്ചിട്ടില്ല. നീ എനിക്ക് തന്ന ഹാഫ് മാർക്ക് ഞാൻ കട്ട് ചെയ്യാം. എനിക്ക് വേണ്ട, എനിക്ക് ഹാഫ് മാർക്ക് വേണ്ട. എനിക്ക് അങ്ങനെയാണ് ഞാൻ ഒരു ക്വസ്റ്റ്യൻ നിനക്ക് ഔദാര്യത്തിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ട് നീ ചോദിക്കാൻ ആ ക്വസ്റ്റ്യൻ നീല ചോദിച്ചത് 34 ഞാൻ 36 വിചാരിച്ചു. ദിവസം ഞാൻ ചോദിക്കുന്നില്ല, കാരണം അറിയായിരിക്കും. അതാണ് ഞാൻ ടൈം ചോദിച്ചു. ദിവസം തിങ്കളാഴ്ച അല്ലായിരുന്നോ? ഞാൻ ഡേറ്റ് ആണ് ഉദ്ദേശിച്ചത്. തിങ്കളാഴ്ച തന്നെയായിരുന്നു. ഞാൻ എന്നെ അമ്മ പ്രസവിച്ച സമയം ചോദിക്കണം, അവൾ എന്തായാലും പറയും. അതുകൊണ്ട് അത് ഞാൻ ചോദിക്കുന്നില്ല. അപ്പൊ ഞങ്ങൾ ഈ സെക്ഷൻ അവസാനിപ്പിക്കാന്ന് കരുതി. ബിക്കോസ് ഏഞ്ചല് അവ ഉണർന്നിട്ടുണ്ട് ഉറക്കത്തിൽ നിന്ന്. പൂച്ച ഉറക്കമാണ് ഞങ്ങളുടെ കുട്ടി ഉറങ്ങുന്നത്. അത് ഞങ്ങൾക്ക് വളരെ നന്നായിട്ട് അറിയാം. ഇത് ഇപ്പൊ ഉള്ള അനുഭവമല്ല, എപ്പോഴും കിട്ടുന്ന അനുഭവമാണ്. ഓക്കെ,
അപ്പം പ്രിയ അടുത്ത ഒരു ക്വസ്റ്റ്യനോട് കൂടെ ഞങ്ങൾ ഈ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. മൈക്കിലൊക്കെ തൊടുന്നുണ്ട്. ഇനി അത് പോയി കയ്യിലെടുക്കാനാണ് അവളുടെ ടാർഗറ്റ്. ഓക്കെ, എന്റെ ക്വസ്റ്റ്യൻ, എന്റെ ഫേവറേറ്റ് ബേർഡ്. ബേർഡാ? ബേർഡ് മീൻസ് പെറ്റാണോ? പെറ്റ് ബേർഡ് ആണോ? അല്ലല്ല, സാധാ ബേർഡ്. എല്ലാ ബേർഡ്സും പെടും. എല്ലാ ബേർഡ്സും. ഫേവറേറ്റ് ബേർഡ് ഞാൻ എഴുതട്ടെ. ഞാൻ 2 ബേർഡിന്റെ പേര് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ പറയട്ടെ? ആ, നീ പറഞ്ഞോ, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഈഗിൾ. നോ ഗൈസ്, ദാറ്റ്സ് എ ലവ് ബേർഡ്സ്. ലവ് ബേർഡ്സ് ആണ്. ലവ് ബേർഡ്സ് ആണ്, ഞാൻ അത് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോ ടൈ ആണെന്ന് തോന്നുന്നു. ഞാനും 2 എണ്ണത്തിന് കറക്റ്റ് ആൻസർ പറഞ്ഞ അവളും 2 എണ്ണത്തിന് കറക്റ്റ് ആൻസർ പറഞ്ഞു. അപ്പം ശരി ഗൈസ്, ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. പക്ഷെ ഞാനാണ് ജയിച്ചത്, കാരണം ഒരു 1/2 മാർക്ക് അവളെ എനിക്ക് 1 മാർക്ക് ഉണ്ടായിരുന്നു. നിനക്ക് എന്തിനാ എന്തിലും വേടാ അത് റോങ് ആൻസർ. ഏച്ചി പറയൂ, 1 മാർക്ക് വേണ്ടേ കുണ്ണമ്മയ്ക്ക്? എനിക്ക് ഇന്ന് നമുക്ക് സമ്മതിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഞാനാണ് ഈ സെക്ഷനിൽ ജയിച്ചിരിക്കുന്നത്. ഓക്കെ, ബൈ ബൈ. ഏച്ചി ടാറ്റ പറ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. ഏച്ചി എന്നെ നോക്കിട്ടാണ് കേട്ടോ ടാറ്റ പറയുന്നത്. ഏച്ചി അങ്ങോട്ട് നോക്കി ടാറ്റ പറ. Flashback. ഏച്ചി അങ്ങോട്ട് നോക്കി ടാറ്റ പറ. അങ്ങോട്ട് ആൾക്കാരെ ഉള്ളത്, ഇവിടെ അല്ല. അവളുടെ മൊത്തം ഫുള്ളും ആ മൈക്കിനകത്തിരിക്കുവാണ് കേട്ടോ. നോക്ക്, ഉറക്കഴിഞ്ഞിട്ട് നേരം മുന്നിൽ ആ മൈക്കിനാണ് അവൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. കഥ പറയൂ, പാട്ട് പാടും. അവള് പാട്ട് പാടും കേട്ടോ. എഞ്ചില് ഉറക്കത്തിൽ നിന്നിരിക്കുന്നു. ഉറക്കപ്പിച്ചിരിക്കുന്നുണ്ടാണ് അവൾക്ക് പാടാൻ. ഉറക്കപ്പിച്ചിരിക്കുന്നതാണ് ഒന്നിനും കുറച്ച് റെസ്പോണ്ട് ചെയ്യാത്തത്. ശരി, ടാറ്റ പറഞ്ഞിട്ടുണ്ടോ? ഓക്കെ, വൈൻഡപ്പ് ചെയ്തു. ടാറ്റ.